ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നേരാറുണ്ട്. ഭഗവാനെ, എനിക്ക് വീട് വെക്കാൻ സാധിക്കണമേ, അങ്ങനെ വീട് വെക്കാൻ സാധിച്ചാൽ ഞാൻ അവിടത്തേക്ക് ഇന്ന കാര്യം ചെയ്തേക്കാമേ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹം നടക്കണമേ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണമേ. ഇങ്ങനെ പല പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വഴിപാടുകൾ നേരാറുണ്ട്. ചിലര് ആ ആവശ്യം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വഴിപാടുകൾ നടത്താറുമുണ്ട്. ചിലര് കാലതാമസം വെക്കും. നമ്മൾ വഴിപാടുകൾ നേരാനെടുക്കുന്ന ആ ഒരു ധൃതി കാര്യം സാധിച്ചു കഴിയുമ്പോൾ നടത്തുന്നതിന് കാണിക്കാറുമില്ല. പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ചിലര് നിരന്തരം വഴിപാടുകൾ നേരുന്നത് കൊണ്ട് ഏതൊക്കെ വഴിപാടുകൾ എവിടെയൊക്കെ നേർന്നു എന്നുള്ളത് തന്നെ ഓർക്കാതെയും വരും. പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ എവിടെങ്കിലും പോയി ഒന്ന് ജ്യോത്സ്യനെ കണ്ട് നോക്കിക്കുമ്പോഴാണ് ഇന്ന വഴിപാടുകൾ നേർന്നിരുന്നു, അത് നടത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് നടത്തിയില്ലല്ലോ എന്ന ഒരു ചിന്തയും ഉണ്ടാകും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് നേർന്ന വഴിപാടുകൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് നടത്താൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ആചാര്യന്മാർ പറയുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ വഴിപാടുകൾ നേരരുത് എന്നാണ്. അതായത് എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം, അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഏതൊരു കാര്യമാണോ അത് സാധിച്ചു കിട്ടിയാൽ ഞാനത് ചെയ്യാം, കിട്ടിയില്ലെങ്കിലോ അത് ചെയ്യുകയുമില്ല. ഈ രീതിയിലുള്ള ഒരു സംഭാഷണം നിങ്ങളും ഭഗവാനും തമ്മിൽ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരു ജോലി ആവശ്യമുണ്ട്, ഭഗവാനോട് വഴിപാട് നേർന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക്? ഭഗവാനെ, എനിക്കൊരു ജോലി വളരെയധികം അത്യാവശ്യമാണ്, ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ പല ആഗ്രഹങ്ങളും നടക്കുന്നില്ല, അവിടത്തേക്ക് ഇന്ന വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണം, ഇന്ന വഴിപാട് അവിടത്തേക്ക് ചെയ്യണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ജോലി ഇല്ലാത്തത് കൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക ദുഃഖങ്ങളൊക്കെ മാറി എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജോലി ലഭിക്കണമേ എന്ന നിലയിൽ വേണം പ്രാർത്ഥിക്കാൻ. വീട് വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഭഗവാനെ, എനിക്ക് ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവിടത്തേക്ക് ഒരു വഴിപാട് അത് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് എനിക്കൊരു മനസമാധാനവുമില്ല, എൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് തീർത്തു തരയണമേ, എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണമേ, എൻ്റെ ആഗ്രഹം പോലെ ഭഗവാന് ആ വഴിപാട് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ, എത്രയും പെട്ടെന്ന് അവിടുത്തെ ക്ഷേത്രത്തിൽ വന്ന് കണ്ടു തൊഴുത് എനിക്ക് ഈ വഴിപാട് നടത്താൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന നിലയിൽ വേണം പ്രാർത്ഥിക്കാൻ. അതായത് അവിടത്തേക്ക് എനിക്ക് ആ വഴിപാട് ചെയ്യാൻ ഞാൻ അതിഭയങ്കരമായ രീതിയിൽ ആഗ്രഹിക്കുന്നു, പക്ഷെ ചില തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ആ തടസ്സങ്ങൾ ഒന്ന് മാറ്റിത്തരണം എന്ന നിലയിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറ്റി നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. അല്ലാതെ നിങ്ങൾ അത് ചെയ്തു തന്നാൽ ഞാൻ ഇത് ചെയ്യാം എന്ന നിലയിൽ ഒരു ബാർഗെയിനിങ് ആ നിലയിൽ ഭഗവാനോട് സംസാരിക്കരുത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി നമ്മൾ വഴിപാട് നേർന്നു, നമ്മൾ നടത്തുന്നില്ല, കുറെ കാലമായി മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ആ വഴിപാട് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ എന്തു ചെയ്യുക? ഒരു പാട്ട എടുക്കുക, ആ പാട്ടയ്ക്കകത്തേക്ക് കുറേശ്ശെ പൈസ ഇട്ടിട്ട് വെക്കുക. പലരും വിദേശത്തായിരിക്കും, നാട്ടിൽ വന്നിട്ടേ നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളും നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ മുതൽ നിങ്ങളൊരു പാട്ട എടുക്കുക. അതായത് നമ്മൾ നാണയമൊക്കെ ഇട്ട് വെക്കുന്നത് പോലത്തെ ഒരു വഞ്ചി,
അല്ലെങ്കിൽ ഒരു പാത്രം അതെടുത്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ പൈസ ഇട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ ആ വഴിപാട് നടത്താൻ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, ആ സമയത്ത് നിങ്ങൾ ഇട്ടുവെച്ച ആ പൈസ അത് ഒരു വെളുത്ത തുണിയിൽ അല്ലെങ്കിൽ മഞ്ഞ തുണിയിൽ നിങ്ങൾ ആ പൈസ മുഴുവൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അതൊരു കിഴി പോലെ കെട്ടുക. ഒരു കാരണവശാലും അതിനകത്ത് എത്ര രൂപയുണ്ട് എന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകരുത്. അങ്ങനെയുള്ള ആ ഒരു കിഴിയെയാണ് പിടിപ്പണം അല്ലെങ്കിൽ കിഴിപ്പണം എന്ന് പറയുന്നത്. അതായത് ഒരു പിടി കാണും, അല്ലെങ്കിൽ 2 പിടി കാണും, 3 പിടി കാണും. എത്രയാണോ നമ്മളുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് നമ്മൾ പൈസ ഇട്ടുകൊണ്ടിരിക്കുക. ആ ഒരു കിഴി, പണക്കിഴി, അതിനകത്ത് എത്രയുണ്ട് എന്ന് ഒരു കാരണവശാലും നിങ്ങൾ എണ്ണി നോക്കരുത്. നോക്കാതെ ആ ഒരു കിഴിപ്പണം നിങ്ങൾ ആ വഴിപാട് നടത്താൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ തിരുനടയിൽ വെക്കുക. അതിനുശേഷം ആ പണം കാണിക്ക വഞ്ചിയിൽ എടുത്തിടുക. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് ഒരു വെറ്റില, ഒരു അടയ്ക്ക, 1 രൂപ നാണയം ഇത്രയും വെച്ചിട്ട് ഭഗവാന്റെ നടക്കി വെച്ചിട്ട് ഭഗവാനോട് താമസിച്ചു പോയതിന് ക്ഷമ പറയുക. ക്ഷമ പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്തു വഴിപാടാണോ അവിടെ നടത്താൻ ഉദ്ദേശിച്ചത് ആ വഴിപാട് നടത്തുക. നേരത്തെ ബുക്ക് ചെയ്യേണ്ട വഴിപാടാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അത് നടത്താൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ നമസ്കരിച്ച് ക്ഷമ പറഞ്ഞ് നിങ്ങൾ ആ വഴിപാടുകൾ നടത്തണം. അതിനുശേഷം അവിടെയുള്ള ഉപദേവതമാർക്ക് എല്ലാവർക്കും, ആ ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ ഉണ്ടല്ലോ, ആ ദേവതകൾക്ക് എല്ലാവർക്കും എണ്ണ മേടിച്ച് അവരുടെ ദീപങ്ങളിൽ തെളിയിക്കുക. അതായത് എല്ലാ ഉപദേവതകൾക്കും ദീപം തെളിയിക്കുക, പ്രാർത്ഥിക്കുക. പ്രധാന ദേവനാണ് നിങ്ങൾ വഴിപാട് നടത്തുന്നത് എങ്കിലും അന്നത്തെ ദിവസം ആ ദേവന് ഒന്നുകിൽ എണ്ണ മേടിച്ച് വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ നെയ് വിളക്ക് തെളിയിക്കുക. നിങ്ങൾക്ക് എന്താണോ യഥാശക്തി ആ ദിവസം അവിടെ നടത്താൻ പറ്റുന്ന അർച്ചനകളോ അല്ലെങ്കിൽ പായസമോ അങ്ങനെ എന്താണോ ഉള്ളത്, അങ്ങനെയുള്ള ഒരു വഴിപാട് കൂടി ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുക. അർച്ചന നടത്തുമ്പോൾ നിങ്ങളുടെ പേരും നാളിലും അല്ല അർച്ചന നടത്തേണ്ടത്, ഭഗവാന്റെ പേരിലും ഭഗവാന്റെ നാളിലും അർച്ചന ചെയ്യുക. ശിവനാണെങ്കിൽ മഹാദേവൻ തിരുവാതിര എന്ന നക്ഷത്രത്തിൽ ചെയ്യുക. ഇനി മഹാവിഷ്ണുവാണെങ്കിൽ വിഷ്ണു തിരുവോണം എന്ന നാളും പേരും പറഞ്ഞ് അങ്ങനെ ചെയ്യുക. ഭഗവതിമാർക്കാണെങ്കിൽ അതാത് ഭഗവതിമാരുടെ പേരും ആ ക്ഷേത്രത്തിലെ ദേവിയുടെ നാളും, ചില ദേവിമാർക്ക് പൂരമായിരിക്കും, ചിലർക്ക് മകമായിരിക്കും, ഏതാണോ അല്ലെങ്കിൽ കാർത്തികയായിരിക്കും, ഏതാണോ ആ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദേവതയുടെ നക്ഷത്രം, ആ നക്ഷത്രം അനുസരിച്ചിട്ട് ആ ദേവതയ്ക്ക് അർച്ചന കഴിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ മറന്നു പോകുന്നു, എന്തൊക്കെയോ വഴിപാടുകൾ നേർന്നിട്ടുണ്ട് പക്ഷെ ഓർക്കുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതേപോലെ തന്നെ വെറ്റിലയും പാക്കും 1 രൂപ നാണയവും വെച്ചിട്ട് ക്ഷമയാചിക്കുക. എണ്ണ മേടിച്ച് എല്ലാ ദേവതകൾക്കും എണ്ണ മേടിച്ചു കൊടുത്തിട്ട് ദീപം തെളിയിക്കുക. അതുപോലെ തന്നെ പിടിപ്പണം അത് സമർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ മറന്നു പോയിരിക്കുന്നു, എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ട് ഞാൻ നടത്തിയില്ലെങ്കിൽ, നടത്താൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം, ഞാൻ മറന്നു പോയിരിക്കുന്നു, എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് കോപിക്കരുതേ എന്ന് പറഞ്ഞ് ഈ പിടിപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏതെങ്കിലും വഴിപാടുകൾ ആരെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് നടത്താതിരിക്കരുത്. നിങ്ങൾ നേർന്നു കഴിയുന്നു, നിങ്ങൾക്ക് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾ ഭഗവാന് കടക്കാരാണ്. പിന്നീട് പലിശ സഹിതം നിങ്ങൾ ഓരോ ദിവസം താമസിക്കുമ്പോഴും പലിശ സഹിതം ഭഗവാന് കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വഴിപാടുകൾ നേർന്നിട്ട് നടത്താതിരുന്നു എങ്കിൽ ഒരു വഞ്ചിയെടുത്ത് ഇന്നു മുതൽ ഓരോരോ നാണയങ്ങളോ
എന്താന്ന് വെച്ചാൽ അതിനകത്തേക്കിട്ട് ഭഗവാന് കിഴിപ്പണം സമർപ്പിക്കാനായിട്ട് സൂക്ഷിച്ച് വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.